ബൽറാം കുമാർ ഉപാധ്യായ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്ന കാര്യത്തിൽ സാറിന് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഇയാൾ എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? ഹലോ, അങ്ങനെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പറയണം. ഏകദേശം നമ്മുടെ CCTV നോക്കുമ്പോൾ 4 വരെ പുള്ളി കമ്പൗണ്ടില് ഒരു 2 മരങ്ങളുടെ താഴെ ഒരു ഏരിയയില് കാണുന്നുണ്ട്. അത് സെല്ലിന് പുറത്തായിരുന്നോ? അതില് സെല്ലിന് പുറത്ത്, സെല്ല് 1:15 മുതൽ സെല്ലിൽ നിന്നും പുറത്ത് വന്നിട്ട് നാളെങ്കിൽ ഈ ചെറിയ മരങ്ങൾ പ്രദേശങ്ങൾ ഭിത്തിയിലെ ചുറ്റുപാടില് ഉണ്ടല്ലോ, അവിടെ സഞ്ചരിക്കാൻ പോലെ പുള്ളി കാണുന്നുണ്ട്. പുള്ളി എങ്ങനെ ചാടും അതിനു വേണ്ടി പ്ലാനിങ് ചെയ്ത് പോലെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി 7 മണിക്ക് നമ്മുടെ ഈ പുറത്ത് ഈ തുറത്ത് കാണുമ്പോഴാണ് മനസ്സിലാക്കി അങ്ങനെ പോലെ ആൾ ചാടിപ്പോയി. അല്ല, ഇത് 1:15 സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി എന്നത് ഈ CCTV ദൃശ്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ നിരവധി CCTV ഉണ്ടല്ലോ. അതിൽ നിരവധി ഒരു ഏകദേശം 140 CCTV ആണ് അവിടെ വലിയ ഒരു സ്ക്രീനിലുണ്ട്. അത് എങ്ങനെ അതിലെ ഒരു CCTV നോക്കുന്ന ആൾക്കാരും അതിലെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗം എന്ത് വീച്ചാണത് നമുക്ക് അതും നോക്കുന്നുണ്ട്. CCTVയിൽ പക്ഷെ വ്യക്തമായി കാണാമല്ലേ? ഈ സ്ക്രീനിൽ കാണേണ്ടതായിരുന്നു അല്ലേ? അത് ഒരു ശ്രദ്ധിക്കും, ആ പ്രത്യേക CCTV നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കാണാനുണ്ട്. ഓക്കെ, അത് വിശദമായി ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് DIG നമ്മുടെ പ്രസന്റ് DIG നോർത്ത് സോൺ അവിടെ ഒരു എല്ലാം എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ കഴിഞ്ഞ 7 മണിക്ക് അറിയുമ്പോൾ 11 മണിക്ക് ഇടയ്ക്കുള്ള 4 മണിക്കൂറില് ലോക്കൽ പോലീസും ജയിലിലെ സ്റ്റാഫും പിന്നെ മീഡിയയിലെ ഇത് ഒരു ഭയങ്കര കോർഡിനേഷനിലെ കാരണം നമുക്ക് അതില് അവിടെ പിടിക്കാൻ സാധിച്ചു. അതൊരു നമുക്ക് നല്ല കാര്യങ്ങളാണ്. അത് വളരെ നല്ല കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പോയിന്റ് അങ്ങ് പ്രധാനമായി പറയേണ്ടതുമാണ്. കാരണം അങ്ങ് ജയിലിൽ നയിക്കുന്ന മേധാവിയാണ്. ആ സേനയുടെ ആത്മവീര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങയുടെ ചുമതലയാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പോലീസിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഇടപെടൽ, അന്വേഷണം അത് വേഗത്തിൽ ഫലം കണ്ടു. നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി നാട്ടുകാർ വേഗത്തിൽ തിരിച്ചറിയുകയും ചെയ്തു. ഫോട്ടോ ഫ്ലാഷ് ചെയ്തു. അവർക്ക് ഒരു കോൺടാക്ട് നമ്പറും പിന്നെ ജനങ്ങളുടെ സംസാരം അങ്ങനെ പോലെ നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദി പറയാനുണ്ട്. ഇതെല്ലാം വളരെ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു മീഡിയ തമ്മിലും ജനങ്ങൾ തമ്മിൽ. വെരി ഗുഡ് സ്റ്റെപ്പ്. രാവിലെ മുതൽ ഞങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. രാവിലെ മുതൽ ആളുകളെല്ലാം അലർട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത്. പോലീസിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അന്വേഷണം അതിന്റെ മികച്ച ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥരെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇനി അങ്ങയിൽ നിന്ന് അറിയേണ്ടത് കറക്റ്റ് ഞാൻ പറയുന്നു. ഞാൻ 7 മണിക്ക് വിവരം കിട്ടുമ്പോൾ 7:30 ഞാൻ ജയിലത്തിൽ ഉണ്ടായിരുന്നു, സെൻട്രൽ പ്രിസണിൽ ഉണ്ടായിരുന്നു വിത്തിൻ ഹാഫ് ആൻ അവർ. പിന്നെ DIG ഉണ്ടായിരുന്നു അല്ലേ അവിടെ? ഞാൻ കണ്ണൂരിലെ. ഇന്ന് ജയിലിൽ അങ്ങയുടെ സന്ദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നു അല്ലെ? അത് നേരത്തെ തന്നെ പരിപാടിയിൽ വടക്ക് മേഖലയിലെ നമ്മുടെ ചില ജയിലിൽ സഞ്ചരിക്കാൻ നേരത്തെ മുതൽ പരിപാടി ഉണ്ടായിരുന്നു 3 ദിവസം മുമ്പ് തന്നെ. അതിലെ ഭാഗമായി ഞാൻ ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ കോർഡിനേഷനും എല്ലാം വളരെ നന്നായി ചെയ്യാൻ പറ്റി. അതിൽ നമുക്ക് റിസൾട്ടും നന്നായി കിട്ടിയിട്ടുണ്ട്. അതായത് അങ്ങേ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഏറ്റവും അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നത് ഈ കോർഡിനേഷനെ, ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിന് വേഗം വർദ്ധിപ്പിച്ചു എന്നത് അതും സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം ഇനി മലയാളികൾ, നമ്മൾ ഈ വാർത്ത കാണുന്ന ആളുകൾക്ക് അറിയേണ്ടത് ഇയാൾ എങ്ങനെ ജയിലിൽ നിന്ന് ചാടി എന്നുള്ളതാണ്. അങ്ങ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകണമെങ്കിലും അങ്ങ് രാവിലെ ജയിലിലെത്തിയാണ്. പ്രാഥമിക കാര്യങ്ങൾ അങ്ങേക്ക് അറിയാമായിരിക്കും. എങ്ങനെ ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി? അത് എല്ലാം പറയുന്നുണ്ട്. അത് എങ്ങനെ എത്തി, പുള്ളീനെ എങ്ങനെ ഇത് കമ്പി കട്ട് ചെയ്യാൻ സാധിച്ചു, എങ്ങനെ ഇത് കമ്പ് കിട്ടി, എല്ലാം ഇത് ആരെ സഹായിച്ചു, പുറത്തു നിന്നും സഹായമാണോ ഉള്ളിൽ നിന്നും സഹായം, എല്ലാം വിശദ അന്വേഷണം കിട്ടിയ ശേഷം ഇപ്പോൾ നമ്മുടെ എല്ലാം ആ ഭാഗം കൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ വീഴ്ച ഇവിടെ ഉണ്ട്, അതിലെ വിരുദ്ധമായി നെറ്റ്പടിയും വരും. ഓക്കെ, താങ്ക് യു. അങ്ങ് ഒരു സെക്കൻഡ്, അങ്ങ് ഈ സെല്ലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വരട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. അങ്ങ് നേരിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത് അറുത്ത് മാറ്റിയിരിക്കുന്ന നിലയിലാണോ, മുറിച്ചു മാറ്റിയ നിലയിലാണോ, എങ്ങനെയാണ് ഇത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക? ഹലോ, ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് മുറിച്ചു മാറ്റിയ നിലയിലാണോ ഈ കമ്പികൾ? അത് ഐ എം ടെല്ലിങ്, അത് anybody can come only after cutting the iron bar. ഓക്കെ, ഒരു കാര്യം കൂടി, ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് അങ്ങ് പ്രാഥമികമായി പറയുകയുണ്ടായി. ഇപ്പോൾ CCTV അതിലെ സമയം വേണം. ദാറ്റ് ഹാസ് ടു ബി സോ മെനി ലെവൽ ഓഫ് വെരിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിലെ എൻക്വയറിയിലെ ഭാഗമാണ്. DIG is sitting there and doing it.
ശരിയാണ്, നടപടിക്രമങ്ങളുണ്ട്. എങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും എതിരെ ഇതിനകം നടപടി എടുത്തിട്ടുണ്ടോ? അതില് 3 ആൾക്കാർക്ക് വിരുദ്ധമായി നെറ്റ്പടി തത്കാലമായി ഞാൻ അവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ DIGക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഈ CCTV വാച്ച് ചെയ്ത ആളുകളാണോ? CCTV ബ്ലോക്ക് ഏരിയയിലെ നോക്കുന്ന ആൾക്കാർ, ആ സമയം ഇതിൽ ചുമതല ഉള്ള അവിടുത്തെ സെല്ലിന് ചുമതല ഉള്ള അങ്ങനെ പോലെ ആൾക്കാർക്ക് വിരുദ്ധമായി നെറ്റ്പടി വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പ്രധാനപ്പെട്ട ബ്ലോക്കിലാണ്, അതീവ സുരക്ഷാ മേഖലയിലാണ് ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം പിന്നീട് ഒറ്റ മതിലേ ഉള്ളൂ, അതോ മറ്റ് കടമ്പകൾ കടന്നാണോ ഇയാൾ പുറത്തേക്ക് പോയത്? So that is the finer aspect of the layout plan, which I don't want to tell, but he has crossed the main wall. That is the more things which we are looking into it. How he crossed the main wall. അതിന് മുകളിൽ വൈദ്യുതി വേലി പോലെ കാണുന്നുണ്ട്. അത് വൈദ്യുതി സാധാരണ ഉള്ള സ്ഥലമല്ലേ? അതിൽ വൈദ്യുതി പ്രവർത്തിക്കാറുണ്ടോ? അത് that is under repair. റിപ്പയർ ആണ്, അണ്ടർ റിപ്പയറിലാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. ഈ തുണി കെട്ടി Yesterday whole night was a heavy rain, and that may be time when he tried to execute it. We are looking into all. നമ്മുടെ എല്ലാ ഭാഗം നോക്കുന്നുണ്ട്. DIG അവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇയാൾ എങ്ങനെ ഈ കയറും തുണിയും ഒക്കെ ഒപ്പിച്ചു? അത് മോഷ്ടിച്ചതാണോ? ജയിലിൽ നിന്ന് തന്നെ മോഷ്ടിച്ചതാണോ? ജയിലിലെ അവിടെ ആ സെല്ലിനെ തന്നെ 100ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. പല ടൈപ്പിലെ ആൾക്കാരാണ്. തുറത്ത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഉണക്കാൻ വേണ്ടിയും ഇതില് തുറത്ത് എല്ലാവരും പുറത്തും വെക്കാറുണ്ട്. അതിൽ ഇതിനെ മോഷ്ടിച്ചിട്ടാണ്. കാരണം കുറെ അന്തേവാസികൾ കൺവിക്ട് ഇല്ലല്ലോ. ചില ആൾക്കാർ അണ്ടർ ട്രയൽ ആണ്, ചില ആൾക്കാർ റിമാൻഡ് പ്രിസണർ ആണ്. അവർക്ക് അങ്ങനെ പോലെ ഏതെങ്കിലും തുണി ധരിക്കാൻ പറ്റും. ഈ താടിയും മുടിയും ഒക്കെ വളർത്തിയ കാണുന്നത്. ഇപ്പൊ പോലീസ് രാവിലെ പുറത്തുവിട്ട ഫോട്ടോയിൽ പോലും താടിയും മുടിയും ഇല്ല. സാധാരണ നേരത്തെ ഉണ്ടായിരുന്നില്ല കോടതിയിലേക്ക് കൊണ്ടുപോയി. താടിയും മുടിയൊക്കെ വളർന്ന ജയിൽ ചട്ടത്തിന്റെ ഭാഗമായി അനുവദനീയമാണോ? സാധാരണ അത് ഞാൻ DIGന് പറഞ്ഞു. അത് എങ്ങനെ സംഭവിച്ചു അത് പുള്ളി നോക്കുന്നുണ്ട്. ഈ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരനുമായി സംസാരിക്കുമ്പോൾ അയാൾക്ക് so many other people are calling. ഡീറ്റെയിൽ റിപ്പോർട്ട് വരട്ടെ, പിന്നെ നമുക്ക് സംസാരിക്കാം. നന്ദി. ശ്രീ ബൽറാം കുമാർ ഉപാധ്യായ, ജയിൽ DGP, സംസ്ഥാനത്തിന്റെ ജയിൽ മേധാവിയാണ് മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചത്. വളരെ ക്ലിയറാണ്, വ്യക്തമാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഈ ലഭിക്കുന്ന വിവരങ്ങൾ.